ഒരേ സമയത്ത് രൂപം കൊണ്ട രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ന് യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും വിലക്കയറ്റത്തിന്റെ തോത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാജ്യത്തോടുള്ള ആദരസൂചകമായി ജയ് ഹിന്ദ് എന്ന് കമന്റ് ചെയ്യുക. ആദ്യമേ ഡയറി പ്രോഡക്ട്സിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യയിൽ 1 ലിറ്റർ പാലിന് 60 മുതൽ 65 രൂപ വരെയാണ് വില. പക്ഷേ പാകിസ്ഥാനിൽ ഇതിന് 220 രൂപ മുതൽ 240 രൂപ വരെയാണ് വില വരുന്നത്. ചിക്കൻ 1 കിലോ 150 മുതൽ 250 രൂപ വരെയാണ് വില. അതേസമയം പാകിസ്ഥാനിൽ ഇതിന് 590 രൂപ മുതൽ 650 രൂപ വരെയാണ് വില വരുന്നത്. ഇന്ത്യയിൽ 1 ഡസൻ കോഴിമുട്ടയ്ക്ക് 70 മുതൽ 90 രൂപ വരെയാണ് വില. പാകിസ്ഥാനിൽ ഇത് 335 രൂപ മുതൽ 400 രൂപ വരെയാണ്. മട്ടൻ ഇന്ത്യയിൽ അതിന് 600 രൂപ മുതൽ 800 രൂപ വരെയാണ് വില. പാകിസ്ഥാനിൽ അതിന് 2200 മുതൽ 2400 രൂപ വരെയാണ് വില. ഇനി പച്ചക്കറികളുടെ വില വിവരങ്ങൾ നോക്കാം. ഉരുളക്കിഴങ്ങിന് 20 മുതൽ 25 രൂപ വരെയുള്ളത് പാകിസ്ഥാനിൽ 120 മുതൽ 150 രൂപ വരെയാണ് വരുന്നത്. ഉള്ളി 25 മുതൽ 30 വരെയുള്ളത് 180 മുതൽ 300 വരെയും. തക്കാളി ഇന്ത്യയിൽ 20 to 30, പാകിസ്ഥാനിൽ 130 to 180. വെളുത്തുള്ളി ഇന്ത്യയിൽ 100 to 150, പാകിസ്ഥാനിൽ 600 to 700. പയറുവർഗ്ഗങ്ങൾ നോക്കിയാൽ ചിക്ക് പീസ് ഇന്ത്യയിൽ 70 to 90, പാകിസ്ഥാനിൽ ഇത് 400 മുതൽ 430 വരെ. ഫ്രൂട്ട്സ് ആണെങ്കിലോ ഇന്ത്യയിൽ ആപ്പിളിന് 150 മുതൽ 200 രൂപ വരെയാണ് വില. പാകിസ്ഥാനിൽ 240 മുതൽ 400 രൂപ വരെയാണ് വില. വാഴപ്പഴം ഇന്ത്യയിൽ 50 മുതൽ 70 രൂപ വരെ, പാകിസ്ഥാനിൽ 120 മുതൽ 200 രൂപ വരെ. ഗോതമ്പ് മാവ് 30 മുതൽ 35 രൂപ വരെ വിലയുള്ളത് പാകിസ്ഥാനിൽ 110 മുതൽ 130 രൂപ വരെയാണ് വരുന്നത്. പഞ്ചസാരയോ 40 മുതൽ 45 രൂപ വരെ ഇന്ത്യയിൽ വിലയുള്ളതിന് പാകിസ്ഥാനിൽ 150 രൂപ മുതൽ 165 രൂപ വരെയാണ് വരുന്നത്. ഇനി നോക്കാം ഏറ്റവും ആവശ്യമുള്ള ഇന്ധനം. ഇന്ത്യയിൽ പെട്രോളിന് വില 94.77 to 103.50, ഡീസലിന് 87.67 to 96.48. പാകിസ്ഥാനിൽ പെട്രോളിന് 254.63, ഡീസലിന് 256.64 രൂപയും. സുഹൃത്തുക്കളെ കണ്ടോളൂ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിലഭേദങ്ങൾ എത്ര വലിയതാണെന്ന്. ഇന്ധനത്തിലും ഭക്ഷ്യവസ്തുക്കളിലും വലിയ വ്യത്യാസം കാണാം. ഇപ്പോ പാകിസ്ഥാനിൽ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. ഇനിയൊരു യുദ്ധത്തിനിറങ്ങിയാൽ അവരെ എടുക്കാനുണ്ടാവില്ല. ജാഗ്രത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.